ശ്രീ എ ജി ജോർജ്, ഇപ്പോൾ ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട വീണ വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഈ ഒരു ഇടപാട് എന്തിന്റെ പേരിലാണ് നടത്തിയത്, അല്ലെങ്കിൽ എന്താണ് തങ്ങൾ ചെയ്ത സേവനമെന്ന് പുറത്തു പറയാൻ ഇപ്പോഴും എക്സാലോജിക്കിനോ വീണ വിജയനോ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള കാര്യം. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? അശ്വതി, ഇത് CMRL കമ്പനിയുടെ ഉടമയായ ശ്രീധരൻ കർത്തായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തരം വളരെ ഒരു രഹസ്യമായിട്ടുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായി ഉത്ഭവിച്ച ഒരു ഉടമ്പടിയാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലും സുതാര്യതയില്ല എന്നുള്ളത് ഇതിനോടകം നടന്ന അന്വേഷണത്തിലെല്ലാം വ്യക്തമായിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്താണ് എന്തെല്ലാം ഏജൻസികളാണ് കേന്ദ്രത്തിന്റെ ഈ ബന്ധത്തെക്കുറിച്ചും ഇതിനകത്തുള്ള അവിഹിത ഇടപാടുകളെ കുറിച്ചും അന്വേഷിച്ചത്. ആദ്യം രംഗത്ത് വന്നത് അറിയാമല്ലോ, ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിന്റേതായ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ച വളരെ വലിയ വ്യാപകമായ ഇൻകം ടാക്സ് വെട്ടിപ്പ്, ആദായ നികുതി വെട്ടിപ്പാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഈ CMRL കമ്പനിയും അതിനോട് ബന്ധപ്പെട്ട കമ്പനികൾ നടത്തിയിട്ടുള്ള ആദായ നികുതി വെട്ടിപ്പ്, അത് കണ്ടുപിടിച്ചതിന്റെ പേരിൽ ഒരു ഭീമമായ തുക അവർക്ക് പിഴയായി വിധിച്ചു. ആ പിഴ ഒടുക്കിയിട്ടാണ് ഇൻകം ടാക്സിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. കാരണം ഇൻകം ടാക്സിന് വേറെ പ്രോസിക്യൂഷൻ അധികാരമൊന്നും ഇല്ലാത്ത ഒരു ഏജൻസിയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ കമ്പനീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിയന്ത്രണത്തിലുള്ള SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ വ്യാപകമായിട്ടുള്ള അന്വേഷണം. ആ അന്വേഷണമാണല്ലോ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ചതുപോലെ യാതൊരു സേവനവും കൊടുക്കാതെ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനി, അത് ശ്രീമതി വീണ വിജയൻ ഇവിടുന്ന് BTech പാസ്സായി അടുത്ത വണ്ടിക്ക് കർണാടക ബാംഗ്ലൂരിൽ ചെന്ന് അമ്മയുടെ പെൻഷൻ കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനിയാണെന്ന് അവകാശപ്പെട്ട് ആകെപ്പാടെ ഒരുമാതിരി ഒരു വല്ലാത്ത ഒരു കെണിയിൽപ്പെടുകയും അതോടൊപ്പം തന്നെ വ്യാജമായ ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തതിന്റെ എല്ലാ തെളിവുകളും അല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SFIO വളരെ വിശദമായ അന്വേഷണം നടത്തിയതാണല്ലോ. അപ്പോഴാണല്ലോ ഈ വ്യാജ ഇടപാടുകൾ ഈ CMRL കമ്പനി വീണ വിജയനുമായി മാത്രമല്ല അതിനകത്ത് ചില കടലാസ് കമ്പനികൾ ഉണ്ടാക്കി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പോലും അവസാനം കണ്ടുപിടിക്കാനിടയായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വീണ വിജയന്റെ കമ്പനിയുമായിട്ടുള്ള ഇടപാട് തന്നെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത പോലെ അതിനകത്തൊരു രാഷ്ട്രീയ വശമുള്ളത്. പിണറായി വിജയനിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മകളെ പ്രീണിപ്പിച്ചുകൊണ്ട് നേടാമെന്നുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ഈ CMRL കമ്പനിയുടെ ശശിധരൻ കർത്താവ് എടുത്തത്. കാരണം CMRL ഒരു സ്വകാര്യ കമ്പനിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ധാതു സമ്പത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ അയാൾ കടത്തി അയാൾ അതിൽ നിന്ന് കോടികൾ ലാഭം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ആനുകൂല്യം കിട്ടണമെങ്കിൽ അയാൾ കണ്ടുപിടിച്ച വഴിയാണ് വീണ വിജയനെ പ്രീണിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ വീണ വിജയൻ നടത്തുന്ന ഒരു കടലാസ് കമ്പനിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഏതാണ്ട് 2.7 കോടി രൂപയ്ക്ക് അപ്പുറമായി വീണ വിജയന് ഒരു സേവനവും നൽകാതെ തന്നെ കൊടുത്തു എന്നുള്ളതിന്റെ രേഖകൾ മുഴുവൻ പുറത്തു വരികയും അതാണ് SFIO തുടർന്ന് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് എറണാകുളത്തെ ഇതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിനകത്തുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ വീണ വിജയനോ അല്ലെങ്കിൽ ഈ ശശിധരൻ കർത്താവോ ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ. അവിടെ ആകെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം മരവിപ്പിക്കണമെന്ന് ആവശ്യമുണ്ട് CMRL ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് 2 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. അത് ഏതാണ്ട് ഇപ്പോൾ ഒരു മാസത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു വിധി വന്നതിന് ശേഷം. ഇനിയും 1-1.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി SFIO ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കോടതി സമൻസ് അയക്കും. വീണ വിജയനും അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ സമൻസ് അയക്കും, മൊഴിയെടുക്കേണ്ടതായി വരും. അതിന്റെ കൂട്ടത്തിലാണ് അശ്വതി നമ്മൾ കാണേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമാന്തരമായി 2 പ്രധാന അന്വേഷണങ്ങൾ നടത്തുന്നത് കേന്ദ്ര ഏജൻസികളായിട്ടുള്ള SFIO ED-യാണ്. ED-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാര പരിധിയിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന കാര്യം അന്വേഷിക്കുക. അതാണ് PMLA എന്ന് പറയുന്ന ആക്ട്. അത് ഇതിനകത്തുണ്ട് എന്നുള്ളത് ED കണ്ടുപിടിച്ചു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ശശിധരൻ കർത്താവ് കടലാസ് കമ്പനികളുമായി കുറെ കമ്പനികൾ രൂപീകരിച്ച് അയാളുടെ മകന്റെ പേരിൽ അയാളുടെ സ്വന്തക്കാരുടെ പേരിലൊക്കെ ചില കള്ളക്കമ്പനികൾ രൂപീകരിച്ച് വ്യാപകമായി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത് ED കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ED-യുടെ അന്വേഷണത്തിന് ഇതുവരെ തടസ്സം ഉണ്ടായിട്ടില്ല. അവർ മേൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത് അവർക്ക് സംശയാതീതമായി കണ്ടു. അവർ തന്നെ
ഈ ബഹുമാനപ്പെട്ട ഈ എറണാകുളത്തുള്ള വിചാരണ കോടതിയിൽ നിന്ന് SFIO കൊടുത്ത ചാർജ് ഷീറ്റ് രേഖാമൂലം അതിന്റെ പകർപ്പ് അവർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർ ഒരു ഭാഗത്തൂടെ ഈ കള്ളപ്പണം വെളുപ്പിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. അതുപോലെ ഈ കള്ള ഇടപാടിലൂടെ മാസപ്പടി ശ്രീമതി വീണാ വിജയന് കൊടുത്തു എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായി വീണാ വിജയൻ നേരത്തെ തന്നെ വീണാ വിജയൻ 13 കേസുകളിലുള്ള എല്ലാ പട്ടികയിലെ 11ാമത്തെ പ്രതിയാണ്. അപ്പോൾ വീണാ വിജയനുമായി ഉള്ള ഇടപാടിനകത്തുള്ള ക്രമക്കേടുകൾ കാണുമ്പോൾ പരോക്ഷമായി അത് മുഖ്യമന്ത്രിയിലും എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പരോക്ഷമായ ബന്ധമുണ്ട് എന്ന് സ്വാഭാവികമായി അനുമാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വീണാ വിജയന് കൊടുത്തതായിട്ടുള്ള ഈ മാസപ്പടി വിവാദം വളരെ ശക്തമായിരിക്കുന്നു. കാരണം ഇത് ഒരു സേവനവുമില്ലാതെ ഒരു കടലാസ് കമ്പനിക്ക് ഒരു സോഫ്റ്റ്വെയർ സേവനം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. അതാണല്ലോ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പൊളിച്ചടിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അധികാരത്തിലുള്ള മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ അധികാരമുള്ള ഒരു പ്രോസിക്യൂഷൻ അധികാരമുള്ള സംഘടനയാണ്. അപ്പോൾ കമ്പനി നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ളത് അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് SFIO ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ED കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് കേന്ദ്ര ശക്തമായ ഏജൻസികൾ സമാന്തരമായി അന്വേഷിക്കുമ്പോൾ ഇത് വീണാ വിജയൻ കുരുക്കിലാകും, ഏടാകൂടത്തിൽ നേരത്തെ തന്നെ പെട്ടിരിക്കുന്നു, കൂടുതൽ കുരുക്കിലാകും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അവരുടെ ഇടപാടുകൾക്കൊന്നും സുതാര്യതയില്ല. ഇതെല്ലാം കള്ള ഇടപാടുകളായിരുന്നു എന്നുള്ളത് പകൽ പോലെ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ജി ജോർജ് പ്രതികരിച്ചതിന്. മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രക വീണ എന്നാണ് SFIO കുറ്റപത്രത്തിൽ പറയുന്നത്. കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. രജീഷ് നരിക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.